بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് സാഹിബുൽ മഖാം എന്നുള്ളത്. സാഹിബുൽ മഖാം, അൽ മഖാം, ആ സ്ഥാനത്തിന്റെ ഉടമസ്ഥൻ, ആ പരിശുദ്ധ സ്ഥാനത്തിന്റെ ഉടമസ്ഥനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ സാഹിബുൽ മഖാമിൽ മഹ്മൂദ്, അൽ മഖാമുൽ മഹ്മൂദിന്റെ ഉടമസ്ഥൻ, സ്തുത്യർഹമായ ആ സ്ഥാനത്തിന്റെ ഉടമസ്ഥൻ. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു നൽകിയ പരിശുദ്ധമായ സ്ഥാനം, ശഫാഅത്ത് ചെയ്യാനുള്ള സ്ഥാനം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തഫ്സീറിൽ പറയുന്നുണ്ട്, ഇഖ്തുലിഫ ഫിൽ മഖാമിൽ മഹ്മൂദി അലാ അർബഅതി അഖ്വാൽ. 4 അഭിപ്രായങ്ങളുണ്ട് എന്താണ് അൽ മഖാമുൽ മഹ്മൂദ് എന്ന വിഷയത്തിൽ. അതിലേറ്റവും പ്രബലമായത് അസഹുഹാ, അതിൽ ഏറ്റവും പ്രബലമായത് അശ്ശഫാഅത്തു ലിന്നാസി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എല്ലാ ജനങ്ങൾക്കും ശഫാഅത്ത് ചെയ്യാനുള്ള മുത്തുനബിയുടെ ആ പരിശുദ്ധമായ സ്ഥാനം, അതിനുള്ള അംഗീകാരം, അതിനുള്ള അള്ളാഹുവിൻ്റെ പെർമിഷൻ, അതിനാണ് അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്നത്. ഹുദൈഫത്ത് ബിനുൽ യമാൻ ആ അഭിപ്രായക്കാരനാണ്. അപ്പൊ ആ മഖാമുൽ മഹ്മൂദിന്റെ ഉടമസ്ഥനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു. വാങ്ങിന് ശേഷം നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ മുത്തുനബിയെ നീ വാഗ്ദാനം ചെയ്ത ആ മഖാമുൽ മഹ്മൂദിൽ നീ നിയോഗിക്കണം. ആ മഖാമുൽ മഹ്മൂദിന്റെ ഉടമസ്ഥരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മുത്തുനബിയുടെ ആ മഹത്വത്തിന്റെ ആ സ്ഥാനത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും തഖ്വയും ഇഖ്ലാസും വർദ്ധിപ്പിക്കട്ടെ. ആ പരിശുദ്ധമായ സ്ഥാനം ഉപയോഗപ്പെടുത്തി മുത്തുനബി ശഫാഅത്ത് ചെയ്യുമ്പോൾ ആ വിഭാഗത്തിൽ പാപികളായ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ സ്നേഹജനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.